എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് അറിയോ? പുഴയിലേക്ക് കുളിക്കാൻ. നെതർലൻഡ്സിൽ നിന്ന് ശാസ്ത്രീയമായി നീന്തൽ പഠിച്ച അശ്വതിയും ഇവിടെ ഈ പുഴകളിൽ നിന്നൊക്കെ നീന്തൽ പഠിച്ച കുഞ്ഞി ബാപ്പു കണ്ണൻ. അത് നിങ്ങൾക്കൊന്നും അറിയില്ലാത്ത ടെക്നിക്കുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാഴ്ച വെക്കുന്നതാണ്. ഞങ്ങള് പുഴയിൽ പോകുമ്പോ ഇങ്ങനെ 2 തുണിയൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ പിടിക്കും. എന്താ നമ്മൾ പുഴയിലൊക്കെ പോയിക്കൊണ്ടിരുന്നില്ലേ കുഞ്ഞ്? വലിയ ബാഗായി, ബക്കറ്റായി കുഞ്ഞിനെ കളിക്കും. നമ്മൾ സ്റ്റൈലായിട്ട് ഞങ്ങളിതിന്റെ തോർത്തൊക്കെ ഇടും. എന്നിട്ട് ഞങ്ങൾ പുഴയിൽ പോകും. എന്നിട്ട് ഇവരൊക്കെ കുളിക്കും. ഞാനിങ്ങനെ നോക്കി നിൽക്കും. കാരണം എനിക്ക് മാത്രം നീന്താൻ അറിയില്ല. പക്ഷെ കാലം മാറി. എനിക്ക് ആ കൂടെ ഫ്ലോട്ട് ചെയ്ത് കിടക്കാനേ അറിയുള്ളൂ എന്നുള്ളതാണ് അടുത്ത വാസ്തവം. കാട്ടിലൂടെയൊക്കെയാണ് നമ്മൾ പുഴയിൽ പോകുന്നത് ഗൈസ്. ഞാൻ മറന്നു ഇതിലേക്കാണ് നമ്മൾ പോയെന്നുള്ളത്. തോട്ടത്തിലൂടെ നമ്മൾ പുഴയിലേക്ക് പോവാം. എങ്ങോട്ടെങ്കിലും കൂട്ടിക്കൊണ്ട് പോവാ. നമ്മളിപ്പോൾ ഉള്ളത് സൂചിയമ്മയുടെ വീട്ടിലാണ്. ഇത് അച്ഛൻ്റെ പെങ്ങളുടെ ഇതല്ല, വീടല്ല, വീടിന്റെ തൊട്ടടുത്തുള്ള പുഴയിലേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് സുജിയമ്മ, സുചിത്ര. ഞാൻ സുജിയമ്മ എന്ന് വിളിക്കും. എങ്ങനെയുണ്ട്? രണ്ടാമത്തെ പ്രാവശ്യം നമ്മളിവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ പുഴയിലേക്ക് ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഇത്രയും കാടായത് സൂചിയമ്മ പോലും അറിഞ്ഞില്ല. അവരും പോയിട്ട് കുറേ കാലമായി എന്നാണ് പറയുന്നത്. നമ്മൾ ഏതാണ് നിമിഷത്തിനുള്ളിൽ നമ്മുടെ പുഴയെത്തും. കൊക്കോ തോട്ടത്തിൽ നിന്ന് നമ്മൾ ജാതി തോട്ടത്തിലേക്ക് എത്തി. നട്ടുച്ചയ്ക്ക് നട്ടാപ്പൊരിയുന്ന വെയിലത്ത് പാറയുടെ പുഴയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് ക്ലോറിനുള്ള സ്വിമ്മിംഗ് പൂളൊക്കെ പറ്റുള്ളൂ. ഈ നാച്ചുറൽ സാധനം നമുക്ക് പറ്റില്ല. ആളെ പറയിപ്പിക്കും. നമ്മൾ കുളിച്ചു വന്നിരിക്കുകയാണ് പുഴയിൽ. ഞാൻ ആദ്യമായി നീന്തി. ഇത്രയും കാലം ഇവനും അവളും ഒക്കെ നീന്തുമ്പോൾ ഞാനിങ്ങനെ നോക്കി ഈ കരയിൽ അച്ഛനിരിക്കുന്ന പോലെ ഇരിക്കും. പിന്നെ എനിക്ക് നീന്താൻ പറ്റും. ശാസ്ത്രീയമായി നീന്താൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് ഗോഗിൾസ് വെച്ച് മാത്രമേ നീന്താൻ പറയാൻ പറ്റുള്ളൂ. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട്. ഞാൻ എന്തോ അങ്ങനെ ഇവിടെ വന്നപ്പോൾ മുതൽ നമ്മൾ പുഴയിൽ പോകണം എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ പോകാൻ 2 ദിവസം ബാക്കിയുള്ളപ്പോൾ നമ്മളിവിടെ വന്നു. എനിക്ക് പനിയായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഇത്രയും കാലം ഉണ്ടല്ലോ ഈ ആൾക്കാരൊക്കെ നീന്തുന്നത് ഇത്ര അടിപൊളി കാര്യമൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നിങ്ങളൊക്കെ നീന്തി വന്നിട്ട് ഭയങ്കര തളർന്ന വരിക. ഇവരിങ്ങനെ അയ്യോ മടുത്തേ വിശക്കുന്നേന്നൊക്കെ. അപ്പം ഞാൻ വിചാരിക്കും ഈ നീന്തുന്നത് എന്തോ കഷ്ടപ്പാടുള്ള പരിപാടിയെന്ന് വെച്ചാൽ ഞാനിത് പഠിക്കാൻ മെനക്കെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഇതൊരു അടിപൊളി പരിപാടിയാണ്. നീന്തുന്നത് എന്ത് സുഖാ വെള്ളത്തിൽ നിങ്ങൾ പോരാന്ന് തോന്നില്ല. പിന്നെ എനിക്ക് ജലദോഷം പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ അവരെല്ലാം കൂടെ വിളിച്ച് കയറ്റി. സൂപ്പറായിരുന്നു. അവിടേക്ക് പോവാം. വെള്ളം നല്ലൊരു വെള്ളം അല്ലേ? അധികം വെള്ളമില്ല. അപ്പൊ എന്നെ പോലെ കുറച്ച് നീന്തലറിയാവുന്ന ആൾക്കാർക്കൊന്നും പ്രശ്നമില്ല. അപ്പൊ കുറച്ച് വെള്ളം ഉണ്ട് താനും. കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല, ഒഴുക്കുണ്ട്. എന്നാൽ ഭയങ്കര ഒഴുക്കുമില്ല. ഭയങ്കര സുഖമായിരുന്നു. നല്ല അടിപൊളി. നമുക്ക് പോയി തിന്നതൊക്കെ കത്തിയിട്ടുണ്ട്. പോയി അടുത്ത സെറ്റ് ഭക്ഷണം കഴിക്കാം. മോളിൽ കയറി കൊക്കോ പറക്കിയാണ് ഗൈസ്. ഇതൊരു മരം കയറി ചെക്കനാണ്. മാമന് ശേഷം കുടുംബത്തിലെ പറിച്ചത് നോക്ക്. അടിപൊളി. പഴുത്തുണ്ടാവും ഇത്. എന്റെ ഇട നോക്കിയിട്ട്
കണ്ണൻ ഈ വക പരിപാടികളൊന്നും പറ്റില്ല. ബാപ്പാണ് ഇതിന്റെ ആള്. വിട്ടില്ല കളിയില്ല. ചെറിയ സ്ലൈറ്റായിട്ടൊന്ന് മാറിപ്പോയതല്ലേ ബാപ്പു? മാമന്റെ മോൻ അന്ന് ഭൂമിയിൽ വിട്ടിട്ടൊരു കളിയില്ല. പറമ്പിലും ഉള്ള ചേർത്ത് ഇവനെ മറ്റേ ഓൺ ടെറൈൻ ബൈക്സ് വരെ ഉപയോഗിക്കുന്നല്ലേ? സ്വന്തം വണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. റിപ്പോർട്ടിംഗ് ഫ്രം അത്തിപ്പാറ ബൈ. നമ്മൾ നാളത്തെ കഴിഞ്ഞ് പോവാണ്. 2 ദിവസം കൂടി ഉള്ളു. അപ്പോഴത്തേക്കും നമ്മൾ തിന്നാൻ പറ്റുന്ന എല്ലാ സാധനവും തിന്നും. അപ്പം അമ്മ നമുക്ക് അരിക്കടുക്ക ഉണ്ടാക്കി തരിക, അല്ലെങ്കിൽ കല്ലുമ്മക്കായി നിറച്ചതെന്ന് പറയില്ലേ. അപ്പം ആദ്യം ഈ കടുക്കയുടെ പുറത്തുള്ള വൃത്തികേടും സാധനങ്ങളൊക്കെ ഉരച്ച് തേച്ച് കളയണം. അപ്പം അങ്ങനെ കളഞ്ഞ് ഇങ്ങനെ സെറ്റാക്കി എടുത്ത കടുക്കകളാണ് ഇവരോരോരുത്തർ. എന്നിട്ട് ഇവരെ സൂചിമ എന്താക്കി ഇങ്ങനെ എനിക്ക് പൊളിച്ചു തന്നു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു വേസ്റ്റ് ഉണ്ടാവും, അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് അതിലേക്ക് ഈ കൂട്ട്, അമ്മയുടെ സൂപ്പർ കൂട്ടാണ്, അരി, തേങ്ങ, ചെറിയുള്ളി, ജീരകം. നമ്മൾ ചെറിയ ജീരകം ഇടാറല്ലേ. എന്നിട്ട് ഇതിനിങ്ങനെ സ്റ്റൈലാക്കണം. അമ്മയൊക്കെ ഇത് നിമിഷം നേരം കൊണ്ടാക്കും. ഞാനിത് കുറച്ച് സ്ലോ ആണ്. എന്നിട്ട് ഇതിനെ നമ്മൾ ഈ ഇഡ്ഡലി തട്ടിലേക്ക് വെക്കും. ഇങ്ങനെ ഇതെല്ലാം നിറച്ചിട്ട് നമ്മളിത് പുഴുങ്ങാൻ വെക്കണം അല്ലേ. ഞാൻ വെച്ച മാവ് കൂടിപ്പോയെന്നാണ് പറയുന്നത്. അപ്പോൾ ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യില്ലേ, മറ്റേ കടുക്ക കുറച്ചും മാവ് കൂടുതലൊന്നും. എനിക്കൊന്നും ഇഷ്ടമല്ല. എനിക്ക് കടുക്ക കൂടുതൽ, മാവ് കുറച്ച് ഇഷ്ടമാണ്. നമ്മൾ കടുക്ക പുഴുങ്ങാൻ വെച്ചില്ലായിരുന്നോ? പുഴുങ്ങിയ കടുക്ക കിട്ടിയിരിക്കുകയാണ്. തോടോട് കൂടി കേട്ടോ പുഴുങ്ങാം. അപ്പോൾ ഇതാ മാവും ഉള്ളൊരു കടുക്കയുണ്ട്. ഇനി നമ്മളിതിങ്ങനെ പൊളിച്ചെടുക്കും. അപ്പോൾ ഇതുണ്ട്, ഇതിങ്ങനെ വിട്ടുപോരുന്ന ഇതാ ഇങ്ങനെ എടുക്കണം. ഇനി ഇത് ചൂട് മാറിയിട്ട് നമ്മളിത് ഫുള്ള് എടുക്കും. പക്ഷേ ഇങ്ങനെ പുഴുങ്ങി കഴിയുമ്പോൾ ഇത് ഈ തോടിൽ നിന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് വിട്ടുപോരും. അപ്പോൾ ഇതാ മാവും നമ്മുടെ കടുക്കയും. ഇത് നമ്മൾ കളയും. ഇതിങ്ങനെ പൊളിക്കും. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് തൊട്ടാൽ ഇതിങ്ങനെ പുറത്തേക്ക് വരും. ഉണ്ടോ? ഇങ്ങനെ കടുക്ക പുറത്തിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. എന്നിട്ട് ഇതിങ്ങനെ എടുക്കും. അത് നമ്മൾ ഈ മാവിലേക്ക് ഇതിങ്ങനെ മുക്കും. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഉള്ള. എന്നിട്ട് നമ്മൾ പൊരിക്കാൻ വെക്കും ഇങ്ങനെ ഓരോന്ന്. അങ്ങനെ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ കടുക്ക റെഡി ആയിരിക്കുകയാണ്. റെഡിയാവുന്ന തീറ്റയൊക്കെ കഴിഞ്ഞു. ഞാനും കണ്ണനും. ഇത്രയൊന്നും അല്ലായിരുന്നു. അത് കണ്ടല്ലോ ആദ്യത്തെ. ഒരു ബാച്ച് കഴിഞ്ഞ് സെക്കൻഡ് ബാച്ച് അല്ലേ. അടിപൊളി സാധനമാണ്. കണ്ണൻ്റെ ഫ്രണ്ട്സാണ് ഇവരൊക്കെ. നമ്മൾ പോകുന്ന പ്രമാണിച്ച് ഇച്ചിരി കണ്ണനെ കാണാൻ വന്നതാ. എന്റെ പേരിൽ ഞാൻ ഇട്ടു. കാരണം എന്താ പറയാനുള്ള യാ ശ്രദ്ധ നിനക്ക് വേണ്ടി വന്ന സുഹൃത്തുക്കൾക്ക് അത് സംസാരിക്കാൻ പറ്റില്ല. ക്യാമറ ചെയ്യാം, പോസ് ചെയ്യാൻ മാത്രമേ പറ്റൂ. അല്ല, ഇതെന്റെ കോളേജ് സുഹൃത്തുക്കളാണ്. ചേച്ചിന്റെ ഫോട്ടോയ്ക്ക് ഇൻസ്റ്റാഗ്രാം ചേച്ചിയുടെ ഫ്രണ്ട്സിന്റെ ആണെങ്കിലും കൂടുതൽ എന്റെ ഫ്രണ്ട്സ് ആണ് കമന്റ് ചെയ്യാറ്. സോ യു നോ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. നല്ല പിള്ളേരാ. ഇത് കഴിഞ്ഞ് നമ്മള് ചിലപ്പോ തുഷാരഗിരി പോകുന്നതാണ്. അയ്യോടാ, അവനൊരു വെഡിങ് വിഷസ് പറയായിരുന്നു. നമ്മൾ ജെറലിന്റെ അടുത്ത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അവന് നാളെ കല്യാണം. അപ്പൊ ജെറലിന് നമ്മുടെ എല്ലാവരുടെയും വകി ഒരു വിഷസ് പറ. നമ്മൾ ആരും ഇല്ലാത്തോണ്ട് സോ നാച്ചുറൽ. ഇനി നമ്മൾ ഇവിടുന്ന് പുഴ പോകും. അയ്യോ ശരി പറയണ്ടേ, ഞാൻ വേറെ ലോകത്തായിരുന്നു. ഇങ്ങനെ എടുത്തല്ലേ കാൻഡിഡ് ആവുള്ളൂ. നമ്മൾ ജംസ് ഒക്കെ വാങ്ങി തന്നു. ജൂഡോ നമുക്ക് ജംസ് ഒക്കെ വാങ്ങി തന്നു. എന്നിട്ട് ഈ ചെക്കന്മാരൊക്കെ എല്ലാ പ്ലാസ്റ്റിക്കും എന്നെ ഏൽപ്പിച്ചു. ഇനി അതൊക്കെ കൊണ്ടുപോയി നടക്കണം. വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇല്ലാത്ത എന്തൊരു കഷ്ടമല്ലേ. ചാടി ഞാൻ ഹനുമാനോ
വീട്ടിലേക്ക് വീഡിയോ കണ്ടന്റ് വേണ്ടേ? തുടക്കത്തിലിടണ്ടേ? ഒരു ഷോർട്ട് വീഡിയോ ഇടണ്ടേ? എന്റെ അനിയൻ ചാടുന്നു. നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയെന്നറിയോ? 999. നമ്മളത് ആഘോഷിക്കാൻ വേണ്ടി എവിടെയാ വന്നിരിക്കുന്നേ? അവരുടെ ആക്ച്വലി സ്പീക്കിംഗ് 950 നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അവന്മാര് മൂന്നെണ്ണങ്ങൾ കാരണം ഇപ്പൊ കിട്ടിയതാണ്. ഇപ്പൊ അവളെ കിട്ടി, അവള് വഴി കിട്ടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് 50 എന്തോ മറ്റേ മില്യൺ സബ്സ്ക്രൈബർ ബട്ടൺ കിട്ടി. ആരെ വിചാരിച്ചു? അങ്ങ് കണ്ണൂര് മുതൽ തൃശ്ശൂര് വരെയുള്ള സകലമായ ആൾക്കാരെ വിളിച്ച് ഇവര് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചതാണ് നമ്മുടെ ചാനൽ. നമ്മൾ ആഘോഷിക്കാൻ എവിടെ വന്നേ? 2K വരെ കിട്ടുമെന്നാണ് ഇവൻ പറയുന്നത്. എല്ലാ അഭയം കാരണം.